പ്രവാചകന്റെ ജന്മദിനമാണ് കൊണ്ടാടുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ മുസ്ലിം ഉമ്മത്ത് ചെയ്തു കൂട്ടിയത് എന്തൊക്കെയാണ് അല്ലെ? ആഘോഷങ്ങൾ എന്തായാലും ഉണ്ട്, അത് ഒന്നാമത്തെ കാര്യം. പക്ഷേ അതിനൊക്കെ പുറമെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹറാമാക്കിയ എത്ര കാര്യങ്ങളാണ് പ്രവാചകന്റെ പേരിൽ നടന്നത് അല്ലെ? മ്യൂസിക്കുകളും ഡിജയും പാട്ടും മദ്ഹ് എന്ന് പറഞ്ഞുകൊണ്ട് പാടുന്ന പാട്ടുകളിൽ വരെ മ്യൂസിക്കുകൾ നിറഞ്ഞ പാട്ടുകളാണ് പാടിയത്. എത്രത്തോളം പ്രവാചകന്റെ സുന്നത്തുകൾ, പ്രവാചകന്റെ അധ്യാപനങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു ജന്മദിനം. അത് ഏത് ദിവസമാണ്? പ്രവാചകൻ വഫാത്തായ ദിവസം, സ്വഹാബികൾ കരഞ്ഞ ദിവസം, നബി തങ്ങളുടെ ഭാര്യമാർ കരഞ്ഞ ദിവസം, മദീന മുഴുവനും ഇരുട്ടിലായ ദിവസം, അതേ ദുഹായുടെ സമയം. ആലോചിച്ചു നോക്കണം നമ്മൾ. മുസ്ലിം ഉമ്മത്തിനെ പ്രവാചകനിൽ നിന്ന് അകറ്റിയത് ആരാണ് അല്ലെ? പ്രവാചകനോട് സ്നേഹമുള്ള, യഥാർത്ഥ സ്നേഹമുള്ള പ്രവാചക സ്നേഹി ചെയ്യേണ്ടത് എന്താണ്? ആലോചിച്ചു നോക്കണം നമ്മൾ. ദുഃഖം ആചരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, നേരെ മറിച്ച് ആ ദിവസം ആഘോഷിക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥ എന്താണ്? അതും പ്രവാചകനോട് ഹുബ്ബുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചതാരാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചു, ഇതിന്റെ തുടക്കം ഷിയാക്കളിൽ നിന്നാണ്. അവർ തുടങ്ങി വെച്ചതാണിത്. മുസ്ലിം ഉമ്മത്ത്, പ്രവാചകനാണ് മുസ്ലിം ഉമ്മത്തിന് ഒന്നാം സ്ഥാനമെന്ന് മനസ്സിലാക്കിയ ഷിയാക്കൾ, ഇസ്ലാമിന്റെ ശത്രുക്കൾ. പ്രവാചകൻ കഴിഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിന് മറ്റൊരാളില്ല എന്ന് മനസ്സിലാക്കിയ ഷിയാക്കൾ, അവർ നമ്മളറിയാതെ നമ്മൾ പ്രവാചകന്റെ മരണദിനം ആഘോഷിക്കുന്ന അവിടത്തേക്ക് മുസ്ലിം ഉമ്മത്തിനെ നമ്മളെ എത്തിച്ചു എന്നുള്ളതാണ് ഇതിന് പിന്നിലുള്ള യാഥാർത്ഥ്യം. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ആഘോഷത്തെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വിശദമായി പറഞ്ഞതാണ്. പക്ഷേ ഇത് ആഘോഷത്തിലും അപ്പുറം അല്ലെ? ജന്മദിനം ആഘോഷിക്കൽ തന്നെ ബിദ്അത്താണ്. പക്ഷേ അതിലും അപ്പുറമായിരുന്നു ഈ വർഷം നമ്മുടെ നാട്ടിലൊക്കെ നടന്നത്. ഇനിയും അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഗൗരവത്തോടുകൂടി കണ്ടില്ല എങ്കിൽ, നമ്മൾ മുസ്ലിം ഉമ്മത്തിനെ ഈ വിഷയത്തിൽ ഉണർത്തിയില്ല എങ്കിൽ ഇത് കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെ കാണണം, കൂടുതൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ പഠിക്കണം.